നിക്കിയിലെ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന ഒരു എഗ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം, നല്ല തിക്ക് ഗ്രേവിയോടുകൂടി. അതിനുവേണ്ടി ഞാനൊരു 4 കോഴിമുട്ട ബോയിൽഡാണ് എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഓണിയൻ, പിന്നെ ക്രഷ്ഡ് ജിഞ്ചർ, ക്രഷ്ഡ് ഗാർലിക്, പിന്നെ ഒരു നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇപ്പോൾ ടൊമാറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ സോസോ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ടർമറിക് പൗഡർ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും ടർമറിക് പൗഡർ ഒരുപാട് യൂസ് ചെയ്യരുത്, അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും. അതുകൊണ്ടാണ് ഒരു പിഞ്ചെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്. പിന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പുറത്തെ ആ ഒരു കളർ ചേഞ്ച് വരും, ചെറിയ ഒരു ലൈറ്റ് യെല്ലോയിഷ് ഗോൾഡൻ കളറൊക്കെ വരുമ്പോഴത്തേനും നമുക്കത് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതേ പാനിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ഇട്ട് പൊട്ടിച്ച ശേഷം മറ്റ് ചേരുവകളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒണിയന് നന്നായിട്ട് കളർ ചേഞ്ച് വരണം, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അത് വഴറ്റി വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻ്റ് ഗ്രേവി എന്താ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്, കേർഡ്. അതിലേക്ക് 1 സ്പൂൺ ഫുള്ള് ചില്ലി പൗഡർ, കാശ്മീർ ചില്ലിയാണ്, 1 സ്പൂൺ ഫുള്ള് മസാല പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ, ഇപ്പോൾ ഓണിയൻ്റെ കളറൊക്കെ ഇതേപോലെ മാറി വരണം. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഈ സമയത്ത് ടൊമാറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സോസോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തൈരിൻ്റെ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുക. ഒരുപാട് ലെങ്തി ആയിട്ട് ഞാൻ എടുക്കുന്നില്ല, റോസ്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാനതിലേക്ക് ക്ലിയർ വാട്ടർ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെക്കുക. കണ്ടോ, 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പം ഈ ഒരു കളർ ചേഞ്ച് വരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗ്രേവി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്സും കൂടെ ആഡ് ചെയ്യാം. ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്ത് പാകാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി ഒന്നെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് കൊടുക്കാം. എനിക്കിപ്പോൾ കറി ലീവ്സും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയായി വരുന്നവരെ കാത്തിരിക്കാം.